നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ നിസ്കാരം പരിപൂർണമായി നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റുമോ? എത്ര തെറ്റുകളും കുറ്റങ്ങളുമാണ് നമ്മുടെ നിസ്കാരത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരി പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിൽ വരെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നമ്മുടെ ഇബാദത്തുകളും മുഴുവനും നജസ്സിലായി പോകുന്ന സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ന്യൂ ജനറേഷനുള്ള ചെറുപ്പക്കാരുടെ വസ്ത്രം അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തോ ഒരു ആപത്ത് നിറഞ്ഞ വസ്ത്രമാണ്. ഇതുടുത്തുകൊണ്ട് മൂത്രമൊഴിക്കുന്ന എങ്ങനാ ചെറുപ്പക്കാരാ? മസ്അലകൾ നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരാളിന്റെ മൂത്രമൊഴിക്കുന്നത് ശരിയായില്ല എങ്കിൽ, അതായത് മൂത്രമൊഴിക്കുന്ന ആ ജനനേന്ദ്രിയത്തിൽ നിന്ന് മൂത്രത്തിന്റെ തുള്ളികൾ മൂത്രത്തിന്റെ തുള്ളികൾ ഇത് കണ്ടില്ലേ? ഈ ഗ്ലാസ്സിലെ വെള്ളം മുഴുവനും ഞാൻ കുടിച്ചു കുടഞ്ഞു വെച്ചു. ഇനി നിങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതോ ചെറിയൊരു മസലയാണ്, ജീവിതത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് പറയുക. കാരണം സഹാബാക്കൾ വരെ ഖബറിൽ ശിക്ഷയുണ്ടാക്കിയ ഒരു കാര്യമാണ്. സഹാബാക്കളെ വരെ ഖബറിൽ ശിക്ഷയുണ്ടാക്കി കൊടുത്ത കാര്യം എന്താ? അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഒരു ഖബർ ശിക്ഷിക്കപ്പെടുന്ന കാഴ്ചകൾ. അള്ളാഹുവിന്റെ ഹബീബിന് എല്ലാ കാര്യങ്ങളും അറിയല്ലോ. ഈ ദുനിയാവിന്റെ മുഴുവൻ രഹസ്യങ്ങളുടെയും താക്കോല് സൂക്ഷിപ്പുകാരൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ഖബറിൽ ശിക്ഷയുണ്ടാവും. വളരെ ഞെരുക്കവും ശബ്ദവും കേൾക്കുന്നു. പ്രിയപ്പെട്ടവർ ചോദിച്ചു, അല്ല ഇതാരുടെ ഖബറാണ്? സുബ്ഹാനല്ലാഹ്, സഹാബികൾ, കൂടെ വന്ന സഹാബികൾ പറഞ്ഞു കൊടുത്തു. അന്വേഷിച്ച് നോക്കുമ്പോൾ അത് സന്തത സഹചാരിയായ ഒരു സഹാബിയുടെ ഖബറാണ്. കാരണം എന്താണ് സഹോദരാ? ആ സഹാബിയെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ മൂത്രമൊഴിച്ചിട്ട് നല്ലതുപോലെ മൂത്രം ശുദ്ധിയാക്കാത്ത ആളാണ്. നിങ്ങൾ കണ്ടില്ലേ സഹോദരന്മാരെ? ഈ ഗ്ലാസ്സിൽ നിന്ന് ഞാൻ കുടഞ്ഞ് വെള്ളം കളഞ്ഞതല്ലേ? ഇപ്പോൾ ഇതിൽ നിന്ന് വെള്ളം വിറ്റിറ്റ് വീഴുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചെറുപ്പക്കാരാ, നീ മൂത്രപ്പരയിലേക്ക് കയറിയിട്ട് മൂത്രമൊഴിച്ചു പെട്ടെന്ന് തന്നെ നിന്റെ ജനനേന്ദ്രിയം നീ കഴുകിയിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഗ്ലാസ്സിൽ നിന്ന് ഇതുപോലെ ഇറ്റിറ്റ് വീണ കണക്ക് നിന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് മൂത്രം താഴേക്ക് വീഴുന്നു. നിന്റെ നിസ്കാരം ഫസാദല്ലേ? നജസ്സിലായി നീ നിസ്കരിച്ചില്ലേ ചെറുപ്പക്കാരാ? ഈ നിസ്കാരക്കാരെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് സർവനാശവും ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞതല്ലേ? അതേത് നിസ്കാരക്കാരാണ്? ചെറുപ്പക്കാരാ, ടൈറ്റ് ഫിറ്റ് ഫാൻഡ് വിട്ടുകൊണ്ടോ നീ മൂത്രപ്പരയിലേക്ക് കയറിയിട്ടോ നീ മൂത്രമൊഴിച്ചു പോകുമ്പോൾ മോനെ, മൂത്രത്തിന്റെ അംശം അതാ ബാക്കിയാകുമ്പോൾ നീ റുക്കൂ ചെയ്യുന്ന വേളയിലാണ് ആ മൂത്രം താഴേക്ക് നിന്റെ വസ്ത്രത്തിൽ വീഴുന്നതോ. മൂത്രം നജസല്ല എന്ന് ഒരൊറ്റ ഇമാമിങ്ങളും അഭിപ്രായപ്പെട്ടിട്ടില്ല. അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളെ റദ്ദ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കൂ ചെറുപ്പക്കാരാ, നിസ്കാരം വെറുതെ നിസ്കരിച്ചാൽ മതിയോ? ഇതുപോലെയുള്ള നിസ്കാരക്കാരെ അല്ലാഹു വിളിക്കുകയില്ല. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങളും മനസ്സിലാക്കൂ. നിങ്ങൾക്കും നിങ്ങളുടെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ആർത്തവരക്തത്തിന്റെ സമയങ്ങളുണ്ടോ? അത് ശുദ്ധിയാകുന്ന വേളകൾ മുഴുവനും നിങ്ങൾ മനസ്സിലാക്കൂ. ആർത്തവരക്തത്തിന്റെ സമയം അതേ കുറഞ്ഞത് ഒരു ദിവസമാണല്ലോ, ഒരു രാവും ഒരു പകലുമാണല്ലോ. അതങ്ങ് കൂടിയാൽ ചിലപ്പോൾ 7 ദിവസമാണല്ലോ.
അധികരിച്ചാൽ 15 ദിവസമാണല്ലോ. നമ്മുടെ കേരളത്തിലുള്ള അല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുള്ള നമ്മുടെ സഹോദരിമാരുടെ ആർത്തവ രക്തം മിക്കവാറുമുള്ളതൊക്കെ ഒരു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അതാ പരിപൂർണമായി അത് മാറുന്നു. ആർത്തവ രക്തം അതാ 7 ദിവസത്തിന്റെ ഉള്ളിൽ മുറിഞ്ഞാൽ മുറിഞ്ഞത് മുതലോ ശുദ്ധിയായി കുളിച്ച് നിസ്കരിച്ചോ പെണ്ണേ, അല്ലെങ്കിൽ നിസ്കാരം ഫസാദാണ് കേട്ടോ, നിസ്കാരം ഖലാഅാണ് കേട്ടോ. ഇങ്ങനെ നിസ്കാരത്തിൽ ഒരുപാട് ശ്രദ്ധ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനതലങ്ങളിൽ എപ്പോഴും നമ്മുടെ മനതലങ്ങളിൽ നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന ചിന്ത വേണം. അങ്ങനെയാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത് വഇഖാമുസ്സലാ അല്ലെങ്കിൽ അഖാമുസ്സലാ. നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കണം എന്ന പദപ്രയോഗം നടത്തുന്നത് വരെ ഇഖാമയെന്നോ അഖാമയെന്നോ ആണോ നാം കേട്ടിട്ടില്ലേ? വിദേശ നാടുകളിൽ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു കാറ്റ് തരുമല്ലോ, ഇഖാമയെന്നോ അഖാമയെന്നോ അതിന് പറയാ. എന്തിനാണോ? ഇതെപ്പോഴും നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കേണ്ട സാധനമാണോ? ഇതുപോലെയാണോ നിന്റെ മനസ്സിൽ എപ്പോഴും നീ നിസ്കാരം നിലനിർത്തുക, ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കുക. അതുകൊണ്ട് ഉമ്മമാരെ, നിസ്കാരത്തിന്റെ വാതിലിലൂടെ നിന്നെ വിളിക്കണോ, നിസ്കാരം മുറ പോലെ നിർവഹിക്കൂ. കാരണം ഖബറാകുന്ന വീട്ടിൽ നമുക്ക് വളരെ പ്രയാസം അനുഭവപ്പെടേണ്ടതുണ്ടോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ നാളെ അല്ലാഹു പ്രത്യേകമായ സജ്ജമാക്കിയ സ്ഥലത്തിലൂടെ സ്വർഗീയ ആരാമത്തിലെത്തിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പറയാം. നമ്മുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന നിസ്കാരങ്ങളാണോ അല്ലേ എന്ന് നാം ഒരു നിമിഷം ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം എന്താ? ഇന്നെല്ലാവരും ഇന്ന് പണ്ടത്തെ പോലൊന്നും മിക്കവാറുമുള്ള പള്ളികളിലൊക്കെ നല്ലതുപോലെ ചിലപ്പോൾ ചുരുങ്ങിയത് 2-3 സഫോ ആൾക്കാർ. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിന്റെ കഥ പറയാൻ നിന്നാലോ എന്റെ ചെറുപ്പക്കാരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ ദീനിയായ ഒരു അറിവും ഒരൊറ്റ അമലുകളും നമ്മുടെ ചെറുപ്പക്കാര് ചെയ്യുന്നതോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ നന്നാക്കുമാറാകട്ടെ. കാരണം എന്താണ്? 5ാം ക്ലാസ് വരെ പാവപ്പെട്ടവൻ മദ്രസയിൽ പഠിച്ചു. ആ മദ്രസ കഴിഞ്ഞാൽ പിന്നെ അവൻ അറബ് കേൾക്കും. പെണ്ണ് കെട്ടാൻ നേരത്തായിരിക്കും പിന്നെ അറബ് കേൾക്കും. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് അവനിക്ക് മനസ്സിലാവും. എന്റെ ഉമ്മമാരെ, അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ 7ാമത്തെ വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാം. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ, 7ാമത്തെ വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ മുമ്പിലിരിക്കുന്ന തലനരച്ച താടി നരച്ച ഉപ്പുപ്പമാരെ, നിങ്ങളുടെ ചെറിയ കാലമൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ബാപ്പമാര്, നിങ്ങളുടെ വല്യപ്പമാരോ, നിങ്ങളുടെ കുടുംബക്കാര്, കൊച്ചാപ്പമാരോ, അതേ നിങ്ങൾ പള്ളിയിലേക്ക് അവര് കടന്നു വരുമ്പോൾ ഒരു ചെറിയ കുട്ടി എന്ന നിലയിലോ അവരുടെ കൈയും അവരുടെ കൈവിരലുകൾ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന കാലമില്ലേ? എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കളെ ദീനിയായ ചുറ്റുപാടുകളിൽ വളർത്തുക. സുബ്ഹാനല്ലാഹ്, ഇന്ന് ദീനിയായ ചുറ്റുപാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വഴിപിടച്ചു പോകുന്നു. ഏതാണ് കേരളത്തിന്റെ അന്തരീക്ഷമെന്നറിയുമോ? എന്റെ ഉമ്മമാരെ മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുതിയ പഠന റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു. കേരളം 9ാമത്തെ വയസ്സ് മുതൽ മദ്യപിച്ചു തുടങ്ങുന്നു. കേരളം 9ാമത്തെ വയസ്സിൽ മദ്യപിച്ചു തുടങ്ങുകയാണ്. ആരാണ് 9ാമത്തെ വയസ്സിൽ മക്കൾക്ക് മദ്യം വാങ്ങിക്കൊടുക്കുന്നത്?
ബാപ്പയാണ് അല്ലെങ്കിൽ അച്ഛനാണ്. ആ രീതിയിലല്ലേ നമ്മുടെ മക്കളെ വളർത്തുന്നത്. നമ്മുടെ മക്കളെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്താൻ നമുക്ക് താല്പര്യമില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന നിലയിൽ ഈ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അറിവിനെ, ദീനിയായ അറിവിനെ, ഭൗതികമായ അറിവല്ല, ദീനിയായ അറിവിനെ അല്ലാഹു ഉയർത്തുകയാണ്. കണ്ടില്ലേ എന്റെ സഹോദരന്മാരെ, മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ വിടുമ്പോൾ സുബ്ഹാനല്ലാഹ് 1 മണിക്കൂർ പോലും ഒന്ന് തികച്ച് മദ്രസയിൽ ഉസ്താദിന്റെ മുന്നിലിരിക്കാൻ നമ്മുടെ മക്കളെ കിട്ടുന്നില്ല. വെക്കേഷൻ സമയമാകുമ്പോൾ പോലും ട്യൂഷൻ സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. നിന്റെ മക്കളെ ഡോക്ടറാക്കണം, നിന്റെ മക്കളെ എഞ്ചിനീയർ ആക്കണം. ഇസ്ലാം ഒരിക്കലും അതിന് വിരുദ്ധമല്ല. ഇതിനൊന്നിനും ഇസ്ലാം വിരുദ്ധമല്ല. പക്ഷേ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരാത്മീയമായ ഒരു പിന്തുണ, ഒരു പിടിച്ചു നിർത്തൽ നമ്മുടെ മക്കൾക്ക് കൊടുത്തില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് നാം അറിഞ്ഞതാണ് കണ്ണൂരിൽ നടന്ന TP കൊലപാതകം. ആ കൊലപാതകത്തിന്റെ അന്ന് തന്നെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് വെറും 9 വയസ്സുകാരൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ തന്റെ സഹപാഠിയായ കുട്ടിയെ പാലത്തിന്റെ അടിയിൽ നട്ടുച്ച സമയത്ത്, പകൽ സമയത്ത് കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് നാം ഒരു വാർത്തയായി വായിക്കാതെ പോയി. കാരണം TP കൊലപാതകം നമ്മുടെ മുന്നിലേക്ക് വന്നതുകൊണ്ട്. നാം ഒന്ന് മനസ്സിലാക്കുക, TPയെ കൊല്ലാൻ വേണ്ടിയിട്ട് 58ഓളം വരുന്ന കാബാലികർ എത്രയോ മാസങ്ങൾ നടന്ന് അതിന്റെ ക്ലാസുകൾ കൊണ്ട്, രാത്രി ക്ലാസുകളിൽ പങ്കെടുത്ത്, ഒരുപാട് രാത്രിയിൽ ക്ലാസുകളിൽ ഒരുപാട് ഉദ്ദേശങ്ങളും അതിലേറെ ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് TPയെ കൊലപാതകം നടത്തിയിട്ടുണ്ട് എങ്കിൽ, 14 വയസ്സുകാരൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് നിന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, കേരളത്തിലെ വളർന്നു വരുന്ന മക്കളുടെ അക്രമവാസന എത്രയുണ്ടോ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുക. ആരാണ് മക്കളെ ഇത്രയും വലിയ ക്രൂരഹത്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഉത്തരവാദികൾ മാതാപിതാക്കളായ നമ്മൾ തന്നെ അല്ലെന്ന് പറയാൻ പറ്റും. ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ആത്മീയത കിട്ടുന്നില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉമ്മമാരോ മക്കളെ പോറ്റി വളർത്തിയിരുന്നതോ, മക്കളെ താരാട്ട് പാടിയുറക്കിയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ പാടിയും പുകഴ്ത്തിയുമാണ് നമ്മുടെ മക്കളെ തൊട്ടിലിൽ ഇട്ട് ആട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആ കാലഘട്ടം പോയി. പണ്ടത്തെ ഉമ്മമാര് പാടുമായിരുന്നു, അഹദ മാരത്തിൽ മാറൈന്തോനെ ഹക്കാൽ കുഞ്ഞിനെ കാക്കുനി മന്നാനെ ആരംഭ പൊൻകിളി ആറ്റേലാം കുട്ടി താലോലം കുഞ്ഞോനി താലോലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്ദരമായ അവദാനങ്ങളാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് നമ്മുടെ മക്കള് കേട്ടിരുന്നിരുന്നെങ്കിൽ, മഹ്മൂദൈ ഫുർഖാനിൽ ബന്തോരേ ഹഖാൽ കുഞ്ഞിനെ കാഫുനി മന്നാനേ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പോലും അവദാനങ്ങൾ ആഴ്ത്തി പറഞ്ഞ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് എന്റെ കുഞ്ഞിനെ കാക്കണേ എന്ന് പഴയ തലമുറയിൽ നിന്ന് നമ്മുടെ ഉമ്മമാര് പാടിയിരുന്നെങ്കിലോ, ആ സ്ഥാനത്തിന്റെ കാവ്യാജ്ഞലിയുടെ ശബ്ദമായി പോയി, നിലവിളക്കിന്റെയും പാരിജാതത്തിന്റെയും ശബ്ദമായി പോയി ഉമ്മ. അതുകൊണ്ട് തന്നെയല്ലേ അക്രമവാസനയോടുകൂടി മക്കള് വളർന്നു വരുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 7ാമത്തെ വയസ്സിൽ നിന്റെ മക്കളെ നിസ്കാര
നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10ാമത്തെ വയസ്സാകുമ്പോൾ നിസ്കരിച്ചില്ല എങ്കിൽ അവനെ അടിക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ടോ ഈത്തപ്പഴ മടലിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ലോകയുഗ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിലും അല്ലാത്ത രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ചാനലിന്റെ മുന്നിൽ കുട്ടികളെ ഇരുത്തുകയാണ്. വലിയവർക്ക് പ്രത്യേക ചാനലോ, ചെറുപ്പക്കാരുകൾക്ക് പ്രത്യേക ചാനലോ, വയസ്സായവർക്ക് പ്രത്യേക ചാനലോ, മധ്യവയസ്കർക്ക് പ്രത്യേക ചാനലോ. എന്തോ ആഭാസമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അടുത്ത് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞതാണ് 4 വയസ്സുള്ള കുട്ടികളും 5 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പരിപാടി. എന്താ പരിപാടി? എന്താ മോനെ? നമ്മളെ കുട്ടികളാരും കാണത്തില്ല. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. സൂര്യ ടിവിയിൽ എന്താ ഉള്ള പരിപാടി? എന്താ മോനെ? കുട്ടിപ്പട്ടാളം. എന്താ കുട്ടിപ്പട്ടാളത്തിലൂടെ പറയുന്നത്? 4 വയസ്സുള്ള കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തന്റെ മാതാപിതാക്കളുടെ മണിയറ രഹസ്യം തുറന്നു പറയുന്നില്ല. തന്റെ മാതാവും തന്റെ പിതാവും മണിയറയിൽ കാണിക്കുന്ന വിക്രിയകൾ കുട്ടി ചാനലിന്റെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ ഇതാണോ പ്രിയപ്പെട്ട കൂട്ടുകാര ആവിഷ്കാര സ്വാതന്ത്ര്യം? ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ. ഈ മക്കൾ എങ്ങനെയാ വളർന്നു വരുന്നത്? ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്തണ്ടേ ഉമ്മ? അതുകൊണ്ട് ദീനിയായ ചുറ്റുപാടിൽ വളർത്തിക്കോ. അല്ലാഹുവിന്റെ സ്വർഗമാണ് നമുക്ക് വിഷയമായി ഭവിക്കുന്നത്. നമ്മുടെ മക്കളെ സ്വർഗീയ ആരാമത്തിലേക്ക് കൈപിടിക്കേണ്ടതോ മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. അറിയില്ലേ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഅഫുൽ അനിൽ മുദ്ദാഹി ഗൗസൽ വറല്ലദീ തസമ്മാ ബിമുഹയ്യിദ്ദീൻ ഖുതുബിൽ മുഖില്ലതി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറിൽ ബരിയതി. മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പഠിച്ച സംസ്കാരമാണ്. എത്ര വയസ്സ് വരെ പഠിച്ചെന്നറിയുമോ? 16 വയസ്സ് വരെ മഹാനവറുകൾ ഒരു മദ്രസയുടെ പാഠശാലയിൽ പോയവരല്ല, ഒരു പാഠശാലയുടെ തിണ്ണയിൽ പോയവരല്ല. 16 വയസ്സ് വരെ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ മഹദിയവറുകൾ അതാ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന സഹോദരാ, നമ്മുടെ മക്കളെ ഖുർആനിന്റെ ഒരു താളെങ്കിലും പഠിപ്പിക്കുവാൻ നാം ജീവിതത്തിൽ തയ്യാറായിട്ടുണ്ടോ? എല്ലാ ഉസ്താദന്മാരുടെ തലയിലേക്ക് വെച്ചിട്ട് ഉസ്താദന്മാർക്ക് കിട്ടുന്ന ആകപ്പാടുള്ള 3/4 മണിക്കൂർ കൊണ്ട് എന്ത് പഠിപ്പിക്കാനാണ്? അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുന്നു, ഈ വെക്കേഷൻ സമയമെങ്കിലും എന്റെ ഉമ്മമാരെ മക്കളെ ഖുർആൻ പഠിപ്പിക്കൂ. അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ ഉസ്താദന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കൂ. കാരണം ഇതിന്റെ
അതിന്റെ വിഷമം എവിടെയാണ് അനുഭവിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ തിരുദൂതർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹ്ശറ വൻസഭയുടെ ഭയാനകരമായ രംഗം നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തന്നില്ലേ? എല്ലാവരും നെട്ടോട്ടമോടുന്ന കാലഘട്ടമുണ്ട്. ഒരാളും സഹായിക്കാനില്ലാത്ത വേളയുണ്ട്. ഇന്ന് 11.25 കോടി കിലോമീറ്ററുകൾ ദൂരെ നിൽക്കുന്ന സൂര്യൻ നാളെ ഒരു ചാടുയർന്നു നിന്നുകൊണ്ട് ഉദിക്കുമ്പോൾ ആരാണ് സഹായിക്കാനുള്ളത്? ഖുർആൻ പറഞ്ഞതുപോലെ അതാ ഒരു ചാണകലത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചോ. എവിടേക്കാണ് സൂര്യൻ തട്ടുന്നത്? ചെമ്പ് തറച്ച തറയിൽ അതാ സൂര്യൻ വന്ന് പതിക്കുന്നു. അവിടുന്ന് തിളച്ചു മറിയുന്ന ആ തറയിൽ നഗ്നപാതരായി നിൽക്കുന്ന വേളയിലോ ഒരാളും സഹായിക്കാനില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. എല്ലാവരും നെട്ടോട്ടമോടുന്നു. ഒരാളും കൈപിടിക്കാനില്ല. യൗമ യദഉ ആദമും വഅംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാവരും മാർത്തട്ടഹസിച്ച് നിലവിളിക്കുന്ന വേളയിലോ ആരാണ് ചെറുപ്പക്കാരാ സഹായിക്കാനുള്ളതോ? നീ രാഷ്ട്രീയ കോമരങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ചില്ലേ? നീ അവർക്ക് വേണ്ടി ഉറക്കൊഴിച്ചില്ലേ? ഒരുപാട് ദിനരാത്രങ്ങൾ നീ ഉറക്കൊഴിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലോ ആ രാഷ്ട്രീയ കോമരങ്ങളും നാളെ മഹ്ശറയിൽ എവിടെ? ആ ഭയാനകരമായ ഭീതിജനകമായ അന്തരീക്ഷത്തിലോ നീ ഡോക്ടറാക്കാൻ വേണ്ടി പഠിച്ച മക്കളില്ലേ? നീ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടി പഠിപ്പിച്ച മക്കളല്ലേ? അവരതാ നെഞ്ചത്ത് കയറി നിൽക്കുന്നു. അല്ലാഹുവേ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് എന്റെ ഭൗതികമായ ചുറ്റുപാടുകൾ കണ്ടുകൊണ്ട് ഭൗതിക പിന്നാമ്പുറങ്ങളിലേക്ക് എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്നെ പറഞ്ഞു വിട്ട് എന്നെ സ്വർഗം പഠിപ്പിച്ചില്ല അല്ലാ. എന്റെ നരകത്തിന്റെ ഭയാനകത അറിയിച്ചില്ല അല്ലാ എന്നാറ് തട്ടഹസിച്ച് കൈയൊഴിയുന്ന കാലമുണ്ടോ? നേരെ മറിച്ച് നീ പരിശുദ്ധമായ ഖുർആൻ നിന്റെ മക്കൾക്ക് നീ പഠിപ്പിച്ചിരുന്നു എങ്കിലോ എന്റെ ഉമ്മ ഒരു കാലഘട്ടം വരാനില്ലേ? കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ മയ്യത്തു മേറ്റി ഓരോ ദിനമുണ്ടോരോ യാത്ര തീരമടക്കമില്ലാത്ത യാത്ര. എല്ലാവരും നിലവിളിക്കുന്ന വേളയിലോ അതേ നിന്നെ 3 കണ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ അതാ മുന്നിൽ വെച്ചുകൊണ്ടോ നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ആ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന വേളയില്ലതാ ആ മക്കൾ അവിടുന്ന് കരയുകയാണ്. ആരാണ് എന്റെ മുന്നിൽ കിടക്കുന്നതോ? എന്റെ മാതാവാണല്ലോ, എന്റെ പിതാവാണല്ലോ, എന്നെ പരിരക്ഷിച്ച എന്റെ മാതാപിതാക്കളാണല്ലോ എന്ന് ആർത്ത് അട്ടഹസിച്ച് നിലവിളിക്കുന്ന വേളയിലോ എന്റെ ഉമ്മ ഖുർആൻ ഓതിയിട്ട് പറയുന്നു, അല്ലാഹുവേ
എന്റെ ഉമ്മയെ നീ സ്വർഗീയ ആരാമത്തിലെത്തിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നീ നിന്റെ മക്കളെ നിസ്കാരത്തിലേക്ക് കൈപിടിക്കൂ. നീ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ നിന്റെ മക്കളോ അല്ലെങ്കിൽ നിന്റെ ചെറുമക്കളോ അവരെ ഒന്ന് വിളിച്ചുണർത്തൂ. എന്നിട്ട് പറയൂ, പള്ളിയിലേക്ക് വരൂ. കൈപിടിച്ച് നിന്റെ കൈയിന്റെ വിരലിൽ പിടിച്ചുകൊണ്ട് നിന്റെ മുണ്ടിന്റെ കൊന്തലയിൽ പിടിച്ചുകൊണ്ടോ ആ മക്കള് പള്ളിയിലേക്ക് വന്നു നിസ്കാരത്തിലേക്ക് കാലെടുത്ത് വെക്കട്ടെ. എങ്കിൽ മാത്രമേ മലായികത്തുൽ കിറാം വിളിക്കുകയുള്ളൂ. ദുആ മിൻ ബാബിസ്സലാ, നിസ്കാരത്തിലേക്ക് കടന്നു വരൂ. നിസ്കാരം നിസ്കരിച്ചവരാരാണ്? സാന്ദർഭികമായി ഉണർത്തുന്നേ. ഫർദ് മാത്രം നിസ്കരിച്ചുകൊണ്ടോ നമ്മുടെ നിസ്കാരത്തിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ഒരുപാട് വർദ്ധിപ്പിക്കൂ. കാരണം ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചിലപ്പോൾ നിനക്ക് ചില കൺസെഷനുകൾ തരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എന്റെ ഉമ്മമാരെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലൂ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അവിടുന്ന് പറഞ്ഞതല്ലേ സഹോദരന്മാരെ, അവിടുന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതല്ലേ. നിസ്കാരത്തിന് മുമ്പ് ഫർള് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളോ, എന്തിനാ ഫർള് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം? ഫർളിന്റെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി. ഈ സുന്നത്ത് നിസ്കാരത്തിന് ഇന്ന് നമുക്ക് സമയമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഫർള് ഒന്ന് നിസ്കരിച്ച് നമ്മൾ പെട്ടെന്ന് പൊടിയും തട്ടി പോവുകയാണ്. ഇങ്ങനെയുള്ള നമ്മളെയാണോ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കുന്നത്? അതല്ല ജീവിതത്തിൽ ഒരൊറ്റ സുന്നത്ത് പോലും ഒഴിവാക്കാത്ത നിസ്കരിച്ച മഹാരഥന്മാർ, ജീവിതത്തിൽ ഒരൊറ്റ സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കാത്ത മഹദികൾ, എത്ര സാലിഹീങ്ങളുടെ കഥ പറയുവാൻ, എത്ര സാത്വികരുടെ ചരിത്രങ്ങൾ പറയുവാനുണ്ടോ? നിസ്കാരത്തിൽ ആനന്ദം കണ്ടവരെത്രയാണോ? മഹാനായ അബൂ ഖുബൈബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ അതാ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ ദിവസം 3 ദിവസം മഹാനവറുകളെ കഴുമരത്തിന്റെ ഉള്ളില്, കഴുമരത്തിന്റെ താഴെ അതാ കെട്ടിയിട്ടിരിക്കുന്നു. തൂക്കിക്കൊല്ലുന്ന ദിവസത്തിൽ അതാ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ശത്രുക്കൾ ചോദിച്ചില്ലയോ, ഖുബൈബ് അവസാനത്തെ വല്ല ആഗ്രഹവും നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കളെ കാണുവാനോ, നിന്റെ മാതാപിതാക്കളുമായി സംസാരിക്കുവാനോ, നിന്റെ കൂട്ടുകാരുമായി സംസാരിക്കുവാനോ നിനക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഖുബൈബ്? മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമുണ്ട്. എന്താണ് എന്റെ ആഗ്രഹമെന്നറിയുമോ? ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അതാ കഴുമരത്തിലേക്ക് മഹാനവറുകൾ കഴുത്തു നീട്ടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കളോട് പറഞ്ഞതാണ്, ഒരു 2 റക്അത്ത് നിസ്കരിക്കുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. മഹാനവറുകൾ ഉളൂ ചെയ്തുകൊണ്ട് അതാ പടിഞ്ഞാറേക്ക് ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിയ്യത്ത് ചെയ്ത് കയ്യ് കെട്ടി അതാ നിസ്കരിക്കുന്നു.
നിസ്കാരത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സുജൂദിൽ കിടന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു കരയുന്നു. പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയപ്പോൾ ശത്രുക്കൾ ചോദിക്കുന്നു, ഖുബൈബ് വല്ലാത്ത വിഷമമുണ്ടോ? ഖുബൈബ് മരിക്കാനുള്ള വിഷമമുണ്ടോ? അന്ത്യാഭിലാഷം ഇതായി പോയി എന്നതിൽ വിഷമമുണ്ടോ? മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ഞാൻ എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? നിങ്ങൾ അതായി ഖുബൈബിന് മരിക്കാനുള്ള പേടിയുണ്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചു പോകുമോ എന്ന് ഭയന്നിട്ടാണ് പെട്ടെന്ന് ഞാനങ്ങ് നിസ്കാരം നിർത്തിയതും. അല്ല എങ്കിലോ എന്റെ അല്ലാഹുവുമായിട്ട് അതാ ഞാനൊന്ന് മുനാജാത്ത് നടത്തുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹുവുമായിട്ട് ഞാനൊന്ന് മുനാജാത്ത്, ഒരു കണ്ടുമുട്ടല്, ഒരു അഭിമുഖം ഞാൻ സുജൂദിൽ നടത്തുമ്പോൾ എനിക്ക് വല്ലാത്ത സുഖമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ആ സുഖമങ്ങ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ച് ഖുബൈബ് കരഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഹാരഥന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ ഒരുപാട് നിർവഹിച്ചവരല്ലേ. ലല്ലംദോ സുന്നത്തമാൻ അഹിയല്ലാല മൈലാ قد قدما الرمي ورمي ചൊല്ലൂ മദീനയിലേക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. അല്ലാഹുവിന്റെ ഹബീബ് അതിരാ സമയത്ത് അവിടുത്തെ 2 കാലും നീര് കെട്ടുന്നത് വരെ നിന്ന് നിസ്കരിക്കുകയാണോ? ഒരു 5 വഖത്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിലോ എന്റെ ഉമ്മമാരെ, ഫർള് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, ശരി തന്നെ. പറഞ്ഞിട്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബ്, അതേ ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം വളരെ ബൃഹത്തായ നിസ്കാരമാണ്. ചെറുപ്പക്കാരാ, സമയം കണ്ടെത്തി നിസ്കരിക്കൂ. ശേഷം ഒരു 2 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കൂ. അസറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഹാനായ ഇബ്നു സുന്ന റളിയല്ലാഹു അൻഹു ഒരുപാട് മഹത്വം പറഞ്ഞ നിസ്കാരമല്ലേ. ആ ഒരു സുന്നത്ത് നിസ്കാരം അസറിന് മുമ്പ് കഴിയുന്നവർ അല്ല, ഒരു 4 റക്അത്ത് നിന്റെ ജീവിതത്തിൽ ഒന്ന് നിർബന്ധമാക്കൂ. പോകട്ടെ, ഒരു മഗ്രിബിന് 2 റക്അത്ത്, മഗ്രിബിന് മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും ശേഷം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും, പിന്നെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലോ മഹാരഥന്മാരായ ഔലിയാക്കന്മാര് നിസ്കരിച്ച സ്വലാത്തുൽ അവ്വാബീൻ എത്രയോ വലിയ പുണ്യമുള്ള നിസ്കാരമാണോ. ഒരുപാട് ഇമാമിങ്ങൾ നിസ്കരിച്ചതാണോ. ചുരുങ്ങിയതൊരു 2 റക്അത്തോ ഒരു 4 റക്അത്തോ അല്ലെങ്കിൽ ഒരു 12 റക്അത്തോ നിസ്കരിക്കൂ. എത്രയോ പ്രതിഫലമുള്ള നിസ്കാരമാണ്. അതുപോലെ തന്നെ ഇശാഇന് മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ശേഷം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വിത്ർ വാജിബാണെന്ന് വരെ പറഞ്ഞിട്ടില്ലേ. ആ ഒരു വിത്ർ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒന്നോ അതേ ഒരു കർക്കശമായ നിലപാട് പോലെ നിർവഹിച്ചോ. നിസ്കാരത്തിൽ ഒരു ആനന്ദം കണ്ടെത്തി സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കൂ. പോകട്ടെ എന്റെ ചെറുപ്പക്കാരാ, ളുഹറിന് മുമ്പ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞോ ഒരു 10-11 മണിയാകുമ്പോൾ
ഉറങ്ങുമ്പോഴേക്ക് ദുഹാ നിസ്കാരമെന്ന വലിയ മഹത്തായ സുന്നത്ത് നിസ്കാരമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സ്വർഗത്തിന്റെ വാതില് 11 11ാമത്തെ വാതില് ഇമാമിങ്ങൾ എണ്ണിയത് ബാബുൽ ദുഹാ, ദുഹാ നിസ്കാരത്തിന്റെ വാതിലാണോ? സമയം കണ്ടെത്തി നിസ്കരിക്കൂ. ഇങ്ങനെ ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞില്ല. ഖുർആൻ പോലും മഹത്വം പറഞ്ഞ തഹജ്ജുദ് നിസ്കാരമില്ലേ ഉമ്മമാരെ? പാതിരാ സമയത്ത് നിസ്കരിക്കുന്നതല്ലേ? ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന സമയമല്ലേ? എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റുന്ന സമയമല്ലേ? പാതിരാ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന വേളയിലോ ഒരു 2 റക്അത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിനും മറുപടി തരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറങ്കാലുകൊണ്ട് ചവിട്ടിയങ്ങ് പുറത്തേക്കാക്കിയപ്പോൾ നമ്മുടെ വീടുകളിൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഭീകരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.